ഇനി അടുത്തത് കാണാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ലിങ്കിങ് ലോഡറിന്റെ അൽഗോരിതം ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചേഴ്സ് എന്താന്നുള്ളതാണ് കാണാൻ പോകുന്നത്. മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചേഴ്സ് അതിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് അതായത് മെഷീന്റെ ആർക്കിടെക്ചറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലോഡർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്, പിന്നത്തേത് ലോഡർ ഓപ്ഷൻസ്. ഇത് യൂഷ്വലി ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ അണ്ടറിൽ ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. അപ്പൊ ഈ ഓരോ ഫീച്ചറും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് വെച്ചാൽ നമുക്കിപ്പം സാധാരണ നമ്മൾ പ്രോഗ്രാമിലെല്ലാം ഏതെങ്കിലും എക്സ്റ്റേണലി ഫയൽസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സി കോഡിലൊക്കെ നമ്മൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാറില്ലേ, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് വെച്ച്. ഹലോ, അപ്പം ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രിന്റ്എഫും സ്കാൻഎഫും നമ്മൾ സി കോഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ വെറുതെ യൂസ് ചെയ്യാൻ കോൾ ചെയ്തിട്ട് കാര്യമില്ല. അത് എന്താ ചെയ്യേണ്ട, ആ ഫംഗ്ഷന്റെ ഡെഫിനിഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഹെഡർ ഫയലിലായോണ്ടാണ് നമ്മൾ അത് കോഡില് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ വോയിഡ് മെയിനിന് മുമ്പായിട്ട് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റിൽ ആ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹെഡർ ഫയൽ നമ്മൾ ഇതിന്റെ ലൈബ്രറി ഈ പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഏതെങ്കിലും സബ് റൂട്ടീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഉള്ള ഫയൽസ് പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യാതെ ആ ഫങ്ഷൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ പ്രോഗ്രാമിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈബ്രറിയിൽ നിന്ന് സെർച്ച് ചെയ്ത് ലിങ്കിങ്ങിന്റെ സമയത്ത് അത് ലിങ്ക് ചെയ്ത് കൊണ്ടുവരുന്നു മെയിൻ കോഡിലോട്ട്. അങ്ങനെ അതാണ് ഈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി നമ്മൾ പ്രോഗ്രാമിൽ പ്രിന്റ്എഫ് സ്കാൻഎഫ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിങ്കിങ്ങിന്റെ സമയത്ത് കോഡ് പോയി റിട്രീവ് ചെയ്തെടുത്തോളും. പ്രത്യേകം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞാ മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി ലൈബ്രറിയിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്തോളൂ എന്നുള്ളതാണ് ആ ഡെഫിനിഷൻ. അപ്പം ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലോഡർ ഓപ്ഷൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ലോഡർ ഓപ്ഷൻസിൽ ആക്ച്വലി പലതരം ഓപ്ഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്ങിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പൊ ആ ലോഡറിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നമ്മൾ ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് പ്രോഗ്രാം നെയിം ലൈബ്രറി നെയിം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതില് നമ്മളൊരു പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യാൻ പറയാണ് ഫ്രം എ പർട്ടിക്കുലർ ലൈബ്രറി. അതാണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെ പറയാവുന്നുള്ളതിൽ ഫസ്റ്റ് ഓപ്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഈ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം നെയിം വിച്ച് ഇസ് ഡിഫൈൻഡ് ഇൻ ദി ലൈബ്രറി. ഇനി വേറൊരു ഓപ്ഷനാണ് ഡിലീറ്റ് സിസെക് നെയിം. അതായത് ഈ പറയുന്ന കൺട്രോൾ സെക്ഷന്റെ പേരുള്ള ഇതിനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന ലോഡർ ഓപ്ഷന്റെ ഉദ്ദേശ്യം. ഇനി
മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ചേഞ്ച് നെയിം 1 ടു നെയിം 2. നെയിം 1ഉം നെയിം 2 ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ സിമ്പിൾസിന്റെ പേര് നെയിം 1 എന്നുള്ള പേര് നെയിം 2ലോട്ട് ചേഞ്ച് ചെയ്യുക. അതാണ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ഓപ്ഷനാണ് ലൈബ്രറി മൈലിബ്. അതായത് ഈ പറയുന്ന മൈലിബ് ലൈബ്രറി സെർച്ച് ചെയ്യുക ബിഫോർ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ്. ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ അതാദ്യം സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേറൊരു ഡിസൈൻ ഓപ്ഷൻസ് ആണ് നോ കോൾ. അതായത് ഇങ്ങനെയുള്ള സബ് റൂട്ടീൻസ് ഒന്നും കോൾ ചെയ്യരുതെന്നുള്ളതാണ് നോ കോൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നോ ലോഡിങ് ആൻഡ് ലിങ്കിങ് ഓഫ് ദി അൺനീഡഡ്. ഏതെങ്കിലും സബ് റൂട്ടീൻസ് നമുക്ക് കോൾ ചെയ്യരുത് എന്ന് പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ നോ കോൾ ആ സബ് റൂട്ടീന്റെ പേര് പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഹലോ, കേട്ടോ. സാധാരണ സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോഡർ. അതാണ് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇതുപോലെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇത് കണ്ടോ. ലൈബ്രറി യൂട്ലിബ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ചെയ്യുന്ന എക്സ്റ്റേണൽ സിമ്പിളിന്റെ പേര് എന്തായിട്ട് മാറ്റണം? റീഡ് എന്നുള്ള പേരാക്കി മാറ്റുക. ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഏതൊക്കെ കൺട്രോൾസ് പറയും. ഇനി ഹാഷ് ഇൻക്ലൂഡ് റൈറ്റ്. റൈറ്റ് ഫ്രം യൂട്ടിലിറ്റി ലിബ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷൻ അല്ലെ പ്രോഗ്രാം നെയിം നമ്മൾ ഈ പറയുന്ന ലൈബ്രറിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്, ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്, ഇത്രയാണ് നമ്മുടെ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഡിസൈൻ ഫീച്ചേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ ഇത് രണ്ടും? ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആ എക്സാമ്പിൾ തന്നെ ഇവിടെയും പറയാം. ഈ നോ കോൾ SQRT എന്ന് പറഞ്ഞാൽ ഈ SQRT എന്ന് പറയുന്ന സബ് റൂട്ടീൻ കോൾ ചെയ്യരുത്. അതുപോലെ കോമ പ്ലോട്ട് എന്ന് കൊടുക്കാണ്. ഈ പറയുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സബ് റൂട്ടീന്റെ പേരായിരിക്കും, അത് കോൾ ചെയ്യരുത്. അതാണ് നോ കോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹലോ, ലാസ്റ്റ് ഡിസൈൻ ഓപ്ഷൻ ക്ലിയർ അല്ലേ? നോ കോൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്. മറ്റേത് നമ്മൾ കണ്ടത് ലോഡർ ഓപ്ഷൻസ് ആണ്. ഇനി ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ്. അതിൽ ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ലോഡേഴ്സ് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഈ 3 ടൈപ്പ് ലോഡേഴ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എപ്പോഴാണ് ലോഡിങ്ങും റീലൊക്കേഷനും ലിങ്കിങ്ങും പെർഫോം ചെയ്യുക, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പലതരത്തിലുള്ള ലോഡേഴ്സ് ഉള്ളത്. അപ്പം ഫസ്റ്റ് വൺ ലിങ്കിങ് ലോഡർ. ലിങ്കിങ് ലോഡർ they will perform all linking and relocation at load time. ലോഡിങ്ങിന്റെ സമയത്തായിരിക്കും ലിങ്കിങ്ങും റീലൊക്കേഷനും പെർഫോം ചെയ്യുക. ഇനി ലിങ്കേജ് എഡിറ്റർ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ലോഡർ ആണ്, ലിങ്കേജ് എഡിറ്റർ. ലിങ്കേജ് എഡിറ്റർ ചെയ്യുക ഇറ്റ് പെർഫോം ലിങ്കിങ് പ്രയോർ ടു ദി ലോഡ് ടൈം. ലോഡിങ്ങിന് മുമ്പായിട്ട് ലിങ്കിങ് പെർഫോം ചെയ്യും. അതാണ് ലിങ്കേജ് എഡിറ്റർ ചെയ്യും. ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടൈമിൽ മാത്രം ഒരു പർട്ടിക്കുലർ object program link ചെയ്യുള്ളൂ. The linking functions performed at running time or execution time. ഇതാണ് 3 ടൈപ്പ് ലോഡേഴ്സ്. ഈ 3 ടൈപ്പ് ലോഡേഴ്സിനെ നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ലിങ്കിങ് ലോഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഡിങ്ങിന്റെ ടൈമിൽ ലിങ്കിങ്ങും റീലൊക്കേഷനും നടത്തുക. ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഹലോ, ലിങ്കിങ് എന്ന് പറഞ്ഞ എന്നായിരുന്നു? ഹലോ, പോയോ? ഹലോ, കേൾക്കുന്നില്ല ആരും? ഹലോ, കേൾക്കുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടാത്തെ. ലിങ്കിങ് എന്താന്നാ പറയുന്നേ? ശീതലേ, ലിങ്കിങ് എന്നാ? പ്രോഗ്രാമിനെ ലൈബ്രറിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. നമുക്കൊരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവും. മെയിൻ പ്രോഗ്രാമിന്റെ അകത്ത് ചില ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കാണ് ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫയലെല്ലാം നമുക്ക് ഒരുമിച്ചാക്കി ഒരിടത്ത് കൊണ്ടുവരുന്നതിനെയാണ് ലിങ്കിങ് മോർ ദാൻ വൺ പ്രോഗ്രാം ഫയൽസിനെ ഒറ്റ സിംഗിൾ ഫയൽ ആക്കി മാറ്റുന്നതിനെയാണ് ലിങ്കിങ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ പറയുന്ന ഡയഗ്രത്തില് ഒബ്ജക്ട് പ്രോഗ്രാം കണ്ടോ? കാണാവോ ഡയഗ്രാം? ഈ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലറോ ഇന്റർപ്രറ്ററോ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ കമ്പൈൽ ചെയ്ത് അതിന്റെ ലോ ലെവൽ മെഷീൻ കോഡിലോട്ട് മാറ്റി. ആ ഒബ്ജക്ട് പ്രോഗ്രാം നമുക്ക് ഇവിടെയുണ്ട്. ഇനി ഈ പലതരത്തിലുള്ള ഇതുപോലുള്ള ഒബ്ജക്ട് പ്രോഗ്രാംസ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. അപ്പം ഈ ഒബ്ജക്ട് പ്രോഗ്രാംസിൽ ചിലപ്പോൾ ചില ഫങ്ഷൻസ് ഡിഫൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷന്റെ ഡെഫിനിഷൻസ് ചിലപ്പം ഈ ലൈബ്രറിയിൽ കാണും. ആ ലൈബ്രറിയിൽ അങ്ങനെയുള്ള ഫങ്ഷൻ ഡെഫിനിഷൻസ് എന്ത് ചെയ്യാം, ഏതൊക്കെ ഉണ്ടോ അതിന്റെ എല്ലാം സബ് റൂട്ടീൻസ് ഡെഫിനിഷൻസ് നമ്മൾ ഈ ലൈബ്രറിന്ന് കളക്ട് ചെയ്ത് ഈ ഒബ്ജക്ട് പ്രോഗ്രാമിന്റെ അവിടെ കൊണ്ടുവരുന്നു. അപ്പം അതെല്ലാം കൂടി ഒരൊറ്റ സിംഗിൾ പ്രോഗ്രാം ആക്കി മാറ്റി ലിങ്കിങ് ലോഡർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒബ്ജക്ട് പ്രോഗ്രാംസിനെ ലൈബ്രറിയിലെ സബ് റൂട്ടീൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ലിങ്ക് ചെയ്ത് ഒറ്റ സിംഗിൾ ഫയലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും ഫോർ എക്സിക്യൂഷൻ. ഇതിനെയാണ് ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ലിങ്കേജ് എഡിറ്റർ. ലിങ്കേജ് എഡിറ്റർ എന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലിങ്കേജ് എഡിറ്റർ ഓൾറെഡി ഈ പറയുന്ന ലിങ്കിങ് എല്ലാം നേരത്തെ പെർഫോം ചെയ്ത് ഒരൊറ്റ സിംഗിൾ ഫയലാക്കി മാറ്റിയിട്ടുണ്ടോ? കണ്ടോ? ലിങ്ക്ഡ് പ്രോഗ്രാം കണ്ടോ? അപ്പം ലോഡിങ്ങിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിങ്കിങ് എല്ലാം പെർഫോം ചെയ്തു വെക്കും. ലിങ്ക്ഡ് പ്രോഗ്രാം ലിങ്കേജ് എഡിറ്റർ എന്തായെന്ന് വെച്ചാൽ ലിങ്കിങ് എല്ലാം നേരത്തെ പെർഫോം ചെയ്യും. റീലൊക്കേഷൻ നടത്തുന്ന റീലൊക്കേറ്റിംഗ് ലോഡർ ആയിരിക്കും. നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം നമുക്ക് മെമ്മറിയിൽ അവൈലബിൾ ആക്കി കിട്ടിയാൽ റീലൊക്കേറ്റിംഗ് ലോഡർ എന്ത് ചെയ്യും, ഈ ലിങ്ക്ഡ് പ്രോഗ്രാം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആയോ? അപ്പം ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ലിങ്കിങ് പെർഫോം ചെയ്യാണ് ആര്, ലിങ്കേജ് എഡിറ്റർ. ക്ലിയർ ആയോ? ഇവിടെ ലിങ്കിങ്ങിന്റെ കൂടെ തന്നെ അത് ലിങ്ക് ചെയ്ത് അപ്പൊ തന്നെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത്. വേറെ പ്രത്യേകിച്ച് ലിങ്ക്ഡ് പ്രോഗ്രാം എന്നൊരു ഫയൽ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. എല്ലാം കൂടി കണക്ട് ചെയ്ത് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നുണ്ട് ലിങ്കിങ് ലോഡറിൽ. പക്ഷെ ലിങ്കേജ് എഡിറ്ററിൽ നേരെ തിരിച്ചാണ്.
നമ്മൾ ലിങ്ക് ചെയ്ത് വെക്കുകയാണ് ഒബ്ജക്ട് പ്രോഗ്രാംസും ആ ഒബ്ജക്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സബ് റൂട്ടീൻസ് അത് ലൈബ്രറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് എല്ലാം കൂടി ഒറ്റ സിംഗിൾ ഫയലാക്കി മാറ്റുന്നു. ഈ സിംഗിൾ ഫയല് റീലൊക്കേറ്റിംഗ് ലോഡർ യൂസ് ചെയ്ത് പിന്നെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഇത്? ഹലോ, എന്റെ പിള്ളേരെ വല്ലതും ഉണ്ട്? ഇത് പ്രത്യേകിച്ച് പറയാൻ ഡയഗ്രാം വെച്ച് പറയാം. പിന്നെ നമ്മൾ എക്സിക്യൂഷന്റെ ടൈമില് ലിങ്കിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാം. അപ്പൊ അതിന് അതിന്റെ ഒരു ഡയഗ്രാം ഈ PPT ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഈ ഒരു ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോണം. ഇവിടെ യൂസർ പ്രോഗ്രാം നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് മെമ്മറിയിൽ. ഈ യൂസർ പ്രോഗ്രാമിൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടി വന്നപ്പം അത് എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്യാനും കോൾ ചെയ്യാനായിട്ടുള്ള മെസ്സേജ് നമ്മൾ OSലോട്ട് സിസ്റ്റം കോള് പോകുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, അത് ലൈബ്രറിന് ആ പർട്ടിക്കുലർ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ യൂസർ പ്രോഗ്രാം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം വന്നപ്പം യൂസർ പ്രോഗ്രാം കോൾ ചെയ്യുന്ന ടൈമില് ആ കോള് OSലോട്ട് പോയി കഴിഞ്ഞാൽ OS അത് ലൈബ്രറിന്ന് സെർച്ച് ചെയ്ത് ആ പർട്ടിക്കുലർ എറർ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ സബ് റൂട്ടീൻ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് യൂസർ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ യൂസർ പ്രോഗ്രാമുമായിട്ട് ഇവിടോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എങ്ങോട്ട് പോകുന്നു, തിരിച്ച് എറർ ഹാൻഡ്ലിംഗ് ഫംഗ്ഷനിലോട്ട് വരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ തിരിച്ച് OSലോട്ട് പോകുന്നു. OS തിരിച്ച് എന്ത് ചെയ്യുന്നു, കൺട്രോൾ വിൽ ബി റിട്ടേൺ ടു ദി കോളിംഗ് പ്രോഗ്രാം. അത് യൂസർ പ്രോഗ്രാം. ക്ലിയർ ആയോ? ഡൈനാമിക് ലിങ്കിങ് മനസ്സിലായോ? ഇതാണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, മെമ്മറിയിലോട്ട് അതിന് മുമ്പ് ആ ഫംഗ്ഷൻ മെമ്മറിയിൽ ഉണ്ടാവില്ല. ആവശ്യം വരുമ്പോൾ മാത്രം അത് ലൈബ്രറിന് ഫെച്ച് ചെയ്ത് യൂസർ പ്രോഗ്രാമിന്റെ അവിടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നമ്മൾ അത് ലിങ്ക് ചെയ്യും. ഇതാണ് ആക്ച്വലി ലിങ്കിങ്. എന്നിട്ട് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് കഴിയുമ്പം എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ കഴിഞ്ഞാൽ തിരിച്ച് കൺട്രോൾ ഇറ്റ് വിൽ ബി റിട്ടേൺ ടു ദി യൂസർ പ്രോഗ്രാം. ഇതാണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോഴേ 4ാമത്തെ മോഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. ഹലോ, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ സിലബസ് എടുത്ത് തരാം. മൊഡ്യൂൾ 4 നമ്മൾ ഈ 3 ടോപ്പിക്കാണ് ഇപ്പൊ കഴിഞ്ഞത്. മറ്റേതെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കണ്ടോ? സിമ്പിൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ, റീലൊക്കേഷൻ, പ്രോഗ്രാം ലിങ്ക്, അൽഗോരിതം, ഡേറ്റ സ്ട്രക്ചേഴ്സ്, 2 പാസ് ലിങ്കിങ് ലോഡർ, അൽഗോരിതം പഠിച്ചു. കണ്ടോ? തീർന്നു. ഇതാട്ടോ നമ്മൾ പഠിച്ചത്. പിന്നെ ഇത്രയും പോരെ? 4th മോഡ്യൂൾ തീർന്നു. മോഡ്യൂൾ 5 അടുത്ത ക്ലാസ്സിൽ തുടങ്ങാവേ. അത് പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ഇല്ല.
മാക്രോ പ്രോസസ്സറിന്റെ ഒക്കെ അവിടെ അൽഗോരിതം ഉണ്ട്. അത് മാത്രമേ ഇച്ചിരി ടൈം എടുക്കൂ. ബാക്കിയുള്ളതൊന്നും വലിയ കാര്യമായിട്ടുള്ളതല്ല. ഇപ്പൊ 4 മൊഡ്യൂൾ കഴിഞ്ഞേ, ബാക്കി പിന്നെ എടുക്കാം. ശരിയാ. താങ്ക് യു.